CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC അടുത്ത സൂപ്പർ കപ്പിന്റെ മത്സരത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സ് FC നേരിടാൻ പോകുന്നത് മുംബൈ സിറ്റി FCയെയാണ്. ഇതിനോടകം തന്നെ 2 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയെയും കൂടാതെ തന്നെ രാജസ്ഥാൻ FCയെയും പരാജയപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയെ 3-0 എന്ന മാർജിൻ സ്കോറിലായിരുന്നു പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം രാജസ്ഥാനെ ആണെങ്കിൽ 1-0 എന്ന സ്കോറിലും പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഏതായാലും ഈ വരുന്ന 6-ാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ അടുത്ത മത്സരം വരുന്നത്. ഏതായാലും ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടാണ് ആരാധകരെല്ലാവരും കാത്തു നിൽക്കുന്നതും. ഈ 2 മത്സരങ്ങൾ കളിച്ചതുപോലെ ഒന്നുമല്ല അടുത്ത മത്സരം എന്നുള്ളത്. അടുത്തത് മുംബൈ സിറ്റി FCയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാനുള്ളത്. ഗ്രൂപ്പ് ഡിയുടെ പോയിന്റ് പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇതിനോടകം തന്നെ 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് 6 പോയിന്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ മുംബൈ സിറ്റി FC നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന മുംബൈ സിറ്റിയുടെ സൂപ്പർ കപ്പിൽ മുംബൈ സിറ്റി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും 2 മത്സരങ്ങളിൽ നിന്നും ഒരു വിജയവും ഒരു തോൽവിയുമാണ് നിലവിൽ മുംബൈ സിറ്റി FCയുടെ സ്റ്റാറ്റസ് എന്നുള്ളത്. ഇതിനോടകം തന്നെ ഈ ഒരു പോയിന്റ് ടേബിളിൽ 3 മാർക്കുകൾ അഥവാ 3 പോയിന്റുകൾ അവർ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ വരുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒന്നുകിൽ വിജയിക്കുകയോ അല്ലെങ്കിൽ സമനില നേടുകയോ ചെയ്താൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കാവുന്നതുമാണ്. ഇനി ഏതായാലും നമുക്ക് ഈ ഒരു മത്സരത്തിനെ കുറിച്ച് നോക്കിക്കാണാം. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഏറ്റവും കൂടുതൽ എല്ലാവരും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും നോക്കിക്കാണുന്നത് ജോർജ് പെരേര ഡേയസ് എന്നുള്ള ആ ഒരു താരത്തെ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നൊക്കെ അവരെ പൊട്ടിക്കണം, അവരെ പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞ് ആ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ടൈമിലെല്ലാം തന്നെ ജോർജ് പെരേര ഡേയസ് എന്നുള്ള ആ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ണാക്കിലടിക്കാറാണ് സാധാരണ പതിവ് എന്നുള്ളത്. ഏതായാലും അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെയധികം ആവേശത്തോടെ തന്നെയാണ് ഈ ഒരു മത്സരത്തിലും നോക്കിക്കാണുന്നത് എന്നുള്ളത്. ഏതായാലും ഈ 2 ടീമുകളോട് കളിച്ചതുപോലെയൊന്നുമല്ല, കുറച്ചുകൂടി നല്ല രീതിയിൽ ഇംപ്രൂവ് ആക്കി കളിക്കേണ്ടത് തന്നെ ഉണ്ടാവും മുംബൈ സിറ്റി FCയുമായി ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ. ഏതായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇറക്കാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ഏതായാലും ഈ ഒരു ലൈനപ്പ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് 4-4-2 എന്ന ഫോർമേഷൻ തന്നെയാണ്. ഏതായാലും ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നോറ ഫെർണാണ്ടസിനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് ഷഹീഫും സെന്റർ ബാക്കുകളായിക്കൊണ്ട് ബിഗാജ് സിംഗും അതോടൊപ്പം തന്നെ ജുവാൻ റോഡ്രിഗസും കളിക്കുമ്പോൾ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് സന്ദീപ് സിംഗിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ നോഹയോടൊപ്പം തന്നെ അഡ്രിയാൻ ലൂണയും ലഗാട്ടൂറും കോറോയും എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം അഡ്രിയാൻ ലൂണ എന്നുള്ളൊരു താരം അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമുക്ക് ഈ മത്സരത്തിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ ലൂണ നല്ല രീതിയിൽ ഇംപ്രൂവ് ആയ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നല്ല നല്ല ത്രൂ പാസുകളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏതായാലും മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ നിഹാൽ ജുദീഷും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൂപ്പർ താരമായിട്ടുള്ള കോൾഡോ ഒബിയേറ്റയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കോൾഡോ ഒബിയേറ്റ എന്നുള്ള ഈ ഒരു താരം ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് ഇതിനോടകം തന്നെ 3 ഗോളുകൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു വെൽ പ്ലേ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. ഏതായാലും ഇതാണ് എനിക്ക് പോസിബിൾ ആയി തോന്നിയിട്ട് ഒരു ലൈനപ്പ് എന്നുള്ളത്. മുംബൈ സിറ്റി FCയുടെ 4-2-3-1 എന്നുള്ള ആ ഒരു ഫോർമേഷൻ തീർച്ചയായിട്ടും 4-4-2 എന്ന ഫോർമേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നിയിട്ടുള്ള ലൈനപ്പും കൂടാതെ തന്നെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വിജയിക്കുകയാണെങ്കിൽ എത്ര സ്കോറിനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുക എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.